സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല സന്നിധാനം നടപ്പന്തൽ ഭാഗമാണിത്. തിരക്കൊന്നുമില്ല. വെളുപ്പിനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആ തിരക്കെല്ലാം മാറി നടപ്പന്തൽ ഫ്രീ ആയി. കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല വരുന്ന അയ്യപ്പ ഭക്തർക്ക് അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. എല്ലാവരും മരക്കൂട്ടം വഴി നടന്ന് സന്നിധാനത്തേക്ക് നടപ്പന്തലിലേക്ക് ഇറങ്ങി ആ സ്ട്രെയിറ്റ് ഗ്രില്ല് നടന്ന് നേരെ അങ്ങ് പോവാം. നേരെ നടന്ന് 18-ാം പടിയിലേക്ക് പോവാം. ചിലരൊക്കെ 18-ാം പടിയിലൊന്നും കയറാനുള്ളൊരു മട്ടും ഭാവവും ഇല്ലാതൊക്കെ നിന്ന് കാര്യം പറച്ചിലും സെൽഫി എടുപ്പും വീഡിയോ എടുപ്പും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ടാണ് കയറുന്നത്. ഒന്നാം ദിവസമോ തലേന്നോ രാവിലെയോ അല്ലെങ്കിൽ വേറെ ദിവസങ്ങളിലോ മണ്ഡലകാലത്തെ കാര്യം ഞാൻ പറയുന്നില്ല. എങ്ങനെയും 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ഒന്ന് കാണുക എന്ന ഉദ്ദേശമാണ്. പക്ഷേ ഈ സമയത്ത് അങ്ങനല്ല. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള പ്ലാനിങ് എല്ലാ അയ്യപ്പന്മാരും ഫ്രീ ആയിട്ട് കിടക്കുക. സ്വാമിയെ ശരണമയ്യപ്പ. ഇവിടെ തമിഴ്നാട് ദേവസ്വം മിനിസ്റ്റർ ചന്ദ്രബാബു എന്ന് പറയുന്ന മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അയ്യപ്പ സംഗമത്തിന് വന്നതാണോ അതോ തൊഴാൻ വന്നതാണോ എന്നറിയത്തില്ല. അന്നേരം തമിഴ്നാട്ടുകാരെല്ലാം പുള്ളിയെ കണ്ടപ്പം അങ്ങ് ചുറ്റും കൂടി. അന്നേരം അവരോട് ഞാൻ ചോദിച്ച ആരാണ്. അന്നേരം അവരാ പറഞ്ഞ് തമിഴ്നാട് ദേവസ്വം ബോർഡ് ദേവസ്വത്തിൻ്റെ മന്ത്രിയാണെന്ന്. അവരാ പറഞ്ഞ ചന്ദ്രബാബു എന്ന്. സ്വാമി ശരണമയ്യപ്പ. അവരോട് ഞാൻ ആ സാറിനോട് സംസാരിച്ചതിനായിരുന്നു. പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തമിഴ് അറിയണം. കാര്യം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളം ഒട്ടും അറിയാത്തവരായിരിക്കും. എന്നാലും നമ്മൾ ഇതാ മിനിസ്റ്റർ 24 ചാനൽ നടപ്പന്തലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഏതാണ്ടൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ കവർ ചെയ്താൽ വന്നത്. ഇവർക്ക് മിനിസ്റ്ററാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇവരെന്നിട്ട് അത് കഴിഞ്ഞ് ആരോ കാണിക്കുകയോ എന്താണ്ട് ആംഗ്യം കാണിച്ചൊരു പോലീസുകാരൻ. അന്നേരം ഇവരുടെ പുറകെ വന്നേ. അന്നേരം ഈ പോലീസുകാരൻ ഇവരെ ആംഗ്യം കാണിക്കുന്നു. ഈ പുള്ളിയുടെ പുറകെ ഓടുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു VIP ആണെന്ന്. അങ്ങനെ പുറകെ പോയി ഞാനെടുത്ത വീഡിയോ അത്. അന്നേരം തമിഴ്നാട്ടുകാരെല്ലാം ചുറ്റും കൂടിയപ്പോൾ അവരോടാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തമിഴ്നാട് മിനിസ്റ്ററാണ് ടെമ്പിൾ എന്ന് പറഞ്ഞു. സ്വാമി ശരണമയ്യപ്പ. അന്നേരം ഇന്നത്തെ വീഡിയോയിൽ സന്നിധാനത്ത് വന്ന് റൂം എങ്ങനെ ബുക്ക് ചെയ്യണം, അത് എവിടാ എന്തുവാന്ന് പലർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ പലരും എന്നോട് തന്നെ സിവിൽ ദർശനം എന്ന് ചോദിച്ചു. അതായത് കെട്ടില്ലാതെ വന്ന് തൊഴുന്ന അവിടോട്ട് പോകുന്നത് എങ്ങനെയാണ്, ഏത് രീതിയാണെന്ന്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം എന്നോർത്തു. ഇതേണ്ടേ, ഇവിടെയാണ് റൂം ബുക്ക് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് കണ്ടോ, ഇത് നടപ്പന്തലിൽ നിന്ന് നമ്മൾ ആ മോളത്തെ ആ നിരപ്പിലോട്ട് കയറി നടപ്പന്തലിൽ നിന്ന് സ്റ്റേജിൻ്റെ അവിടെ വന്നിട്ട് നിരപ്പിലോട്ട് കയറുന്നിടം. ആ പടി ചവിട്ടി 18-ാം പടിക്ക് നേരെ പോകുന്നിടമല്ല, സ്റ്റേജിൻ്റെ അവിടുന്ന് ആ നിരപ്പ് കയറി മുമ്പോട്ടൊരു 20-30 മീറ്റർ മുമ്പോട്ട് മാറുമ്പോൾ വലത്തെ സൈഡിൽ മേപ്പോട്ട് സ്റ്റെപ്പുകൾ കെട്ടി വഴിയിട്ടേക്കുന്നത് കാണാം. ഒരു 10-20 സ്റ്റെപ്പ് കയറുമ്പം ഇടത്തെ സൈഡിലാണ് ഇതിൻ്റെ ആ ഓഫീസ്. ആ ഓഫീസിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത്. മലയാളം മാസം 1-ാം തീയതിക്ക് മുമ്പേ 10 ദിവസം മുമ്പേ ആണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് വേണം റൂം എടുക്കാൻ. ഇത് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അവിടുത്തെ ഈ സിംഗിൾ റൂം എന്ന് പറയുന്നത് 5 പേർക്ക് കിടക്കാവുന്നതാണ് റൂം. 950 രൂപ നമ്മൾ അടയ്ക്കണം. ഞാനിതാ 5 പേർക്കുള്ള ഇതാ പറഞ്ഞേക്കുന്നത്. എന്നിട്ട്
നമ്മുടെ താമസമെല്ലാം കഴിഞ്ഞ് റൂം വെക്കേറ്റ് ചെയ്യുമ്പം അവരുടെ ആൾക്കാർ വന്ന് റൂം നോക്കും, നമ്മളെന്തെങ്കിലും കേടുപാടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ. അങ്ങനെ കേടുപാടും കാര്യങ്ങളോ ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ ബാക്കി 450 രൂപ തിരിച്ചു തരും. നമ്മൾ 950 രൂപ ആദ്യം അടയ്ക്കണം. അതിൽ 450 രൂപ തിരിച്ചു തരും. റൂമിന് 500 രൂപ ആകും, കേടുപാടുകളും മറ്റൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ. റൂമിന് അകമൊന്നും ഞാൻ കയറി കണ്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൂമൊന്നും കൊണ്ട് കാണിച്ചു തരാൻ നിങ്ങൾ മറ്റ് ലോഡ്ജിൽ പോയി റൂം എടുക്കുന്ന നമുക്ക് ആളൊന്നുമില്ല. നമ്മളവിടെ പൈസ അടച്ച് റെസിപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ABCDEF എന്നും പറഞ്ഞിട്ട് പല ഭാഗങ്ങളിലായിരിക്കും ഈ റൂമുകൾ. ഇതെവിടെയാണെന്ന് തേടിപ്പിടിച്ച് വേണം നമ്മൾ ചെന്ന് താമസിക്കാൻ. അയ്യപ്പന്മാർ വിഷമിക്കണ്ട, ഞാൻ ഒത്താൽ എല്ലാ റൂമുകളും എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ആ റൂമിലേക്ക് പോകാനുള്ള വഴികളും അടുത്ത വീഡിയോയ്ക്ക് ഒത്താൽ ഞാൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ സിവിൽ ദർശനം എന്നോട് തന്നെ പല അയ്യപ്പന്മാരും വന്ന് സിവിൽ ദർശനത്തിന് ഇതുവഴിയാ എന്ന് ചോദിച്ചു. അന്നേരം അതും ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നി. ആ കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ സിവിൽ ദർശനം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ഇരുമുടിക്കെട്ടില്ലാതെ പിൻഭാഗത്തൂടെ വന്ന് തൊഴുന്നതാണ്. നമ്മൾ നടപ്പന്തലിൽ കൂടെ നടന്നു വന്നിട്ട് ആ സ്റ്റേജിൻ്റെ അവിടുന്ന് ആ നിരപ്പായ സ്ഥലത്തോട്ട് കയറുക. ആ നിരപ്പായ സ്ഥലത്ത് കയറിയിട്ട് ഇപ്പം ഞാൻ റൂം ബുക്ക് ചെയ്യുന്ന ആ കോംപ്ലക്സ് കാണിച്ചല്ലോ, ആ സ്റ്റെപ്പും കാണിച്ചു. ആ സ്റ്റെപ്പിൻ്റെ അവിടോട്ടൊന്നും കയറണ്ട, ആ വഴി തന്നെ നേരെ മുമ്പോട്ട് വരിക. എന്നിട്ട് നമ്മൾ വരുന്നത് സിവിൽ ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ അടിഭാഗത്ത് കൂടാണ് നടന്നു വരുന്നത്. എൻ്റെ മോൾ ഭാഗത്തുകൂടാണ് നമ്മൾ സിവിലിൽ ക്യൂവിൽ കയറേണ്ടത്. ആ വഴി നേരെ മുമ്പോട്ട് വരിക. അവിടെ 2-3 സിവിൽ ദർശനം എന്ന് പറയുന്ന നൈം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പോലും ആ വഴി നേരെ നടന്നു വരിക. ഇടത്തോട്ടും വലത്തോട്ടും എങ്ങോട്ടും തിരിയണ്ട. ഇടത്തോട്ടും വലത്തോട്ടും വഴികളൊന്നുമില്ല, കടകളും കാര്യങ്ങളും ചായ കുടിക്കാനുള്ള എല്ലാം ഉണ്ട്, പുസ്തകക്കടകളും പാത്രക്കടകളും ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും തിരിയാതെ നേരെ വരിക. നേരെ വന്ന് മാളികപ്പുറത്ത് നമ്മൾ തൊഴുതിട്ട് ഇറങ്ങുന്ന ഭാഗമുണ്ട്. അങ്ങോട്ടും കയറാതെ തന്നെ നേരെ ചെന്ന് അടയാളത്തിന് വലത്തെ സൈഡിൽ ഒരു ബാത്റൂമും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അവിടുന്ന് നേരെ ചെന്ന് കയറുന്നത് സിവിൽ ദർശനത്തിന് കയറുന്ന ആ ഭാഗത്തോടെ. ഇപ്പോൾ ഇടയ്ക്കുള്ള മലയാള മാസം തുറക്കുന്നതുകൊണ്ട് ആ കയറുന്ന അവിടുന്ന് തന്നെ തിരിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞ് അകത്തോട്ട് കയറാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കയറുന്നിടത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് അവിടെ പല പല ഗ്രില്ലുകൾ നടപ്പന്തല്ല പോലെ വെച്ചേക്കുക. അവിടെ നിന്നാണ് നമ്മളെ കയറ്റി നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് ക്യൂ നിന്ന് റൗണ്ട് അടിച്ച് അത് മണ്ഡലകാലത്തേ ഉള്ളൂ. മണ്ഡലകാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ദർശനത്തിന് നടപ്പന്തലിൽ നിന്നേ ക്യൂ ആയിരിക്കും, അത് ഓർത്തോണം. അതുവഴി ഇങ്ങനെ കയറി സിംഗിൾ ലൈൻ വഴി വന്നിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ആ സ്ക്വയറായ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് വരുമ്പം ഞാൻ പറഞ്ഞില്ലേ മുകളിൽ സിവിലിലേക്ക് തൊഴാൻ പോകുന്നവരാണ്. അവിടെ വന്നിട്ട് കുറേ നടപ്പന്തല്ല പോലെ ഗ്രില്ലടിച്ചേക്കുക. അതിലെ ഓരോ സെല്ലിൻ്റെ അകത്തൂടെയും കറങ്ങി വേണം നമ്മൾ ഇരുമുടി കെട്ടുമാട്ടു വരുന്നവർ 18-ാം പടി ചവിട്ടി ഇടത്തോട്ട് തിരിഞ്ഞ് ആ മുകളിൽ കൂടെ വന്ന് സന്നിധിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ആ ഭാഗത്തോട്ട് വന്ന് കയറും. കയറിയിട്ടാണ് നമ്മൾ ആ ഇരുമുടിക്കെട്ടുപാട്ട് വരുന്നവരുടെ ഇപ്പുറത്തൂടെ ഒരു ക്യൂവിൽ കൂടെ കയറി വന്ന് ദർശനം നടത്തുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.